ശ്വാസം ലഭിക്കാതെ ജീവന് വേണ്ടി പിടഞ്ഞ കുരുന്നിന്റെ ജീവൻ അവസരോചിത ഇടപെടലിലൂടെ കാത്ത് യുവാവ്. ചെമ്മാട് മാനസ സിൽക്ക് ആൻഡ് സാരീസിലാണ് സംഭവം. വസ്ത്രങ്ങൾ വാങ്ങാനെത്തിയ കുടുംബത്തിനൊപ്പമുണ്ടായിരുന്ന 2.5 വയസ്സുകാരനായ കുരുന്നിന് ടെക്സ്റ്റൈൽസിലെ ഫ്ലോർ മാനേജറും താനൂർ എടക്കടപ്പുറം സ്വദേശിയുമായ ഷാജഹാൻ എന്ന ഷാജുമോന്റെ ഇടപെടലാണ് തുണയായത്. എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ നിമിഷങ്ങൾ ഷാജഹാൻ നേരിട്ട് പോപ്പുലർ ന്യൂസിനോട് പങ്കുവച്ചു. നമ്മുടെ കയ്യിലല്ല, ഭക്ഷണ കയ്യിലാണ്. എന്നാലും നമ്മളതിൽ ഒരു നിമിത്തായി മാറിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഈ ചെമ്മാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും എല്ലാവരും അറിയുന്ന ഉഷാദൊക്കെ അതേപോലെ നാട്ടിലെ എല്ലാവരും പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, ആ കുട്ടിക്ക് ആ ഒരു ഇത് തിരിച്ചു കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മള് അത്രയും പ്രതീക്ഷിച്ചതല്ല. ആ ഒരു എന്താ പറയാ, പ്രതീക്ഷിച്ചതിൽ ഇതിലാണ് ടയേർഡായില്ല കുട്ടി. ആ ഇത് സംഭവിച്ച് നമ്മള് ചെയ്തു CPR കൊടുത്തുകൊണ്ട് കുറെയൊക്കെ ഡീപ്പായിട്ട് കൊടുത്തുകൊണ്ടാണ് കുറെ കഴിഞ്ഞിട്ടാണ് സംഭവം ഈ ബ്രീത്ത് വരുന്നത്. അതുവരെ നമുക്ക് നമ്മളെ നെഞ്ചിലൊരു പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേരന്റ്സിന്റെ നമ്മുടെ സ്റ്റാഫുകളുടെ ഇടയിലൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവർ ചെറിയൊരു പിടിപ്പ് വന്നപ്പോഴാണ്, ഒരു ശ്വാസം വന്നപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷമായത്. അതിലുപരി ആ പേരന്റ്സിന് നല്ല സന്തോഷമായി. അപ്പൊ നമുക്ക് വളരെയധികം ഹാപ്പി അതിന് ശേഷം. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്കും 6:30ക്കും ഇടക്കാണ് സംഭവങ്ങൾ അരങ്ങേറിയത്. കടയിൽ വസ്ത്രങ്ങൾ വാങ്ങാനെത്തിയവരുടെ കൂടെയുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞ് നിലത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിനുള്ള വസ്ത്രം നോക്കുന്നതിനിടെ മാതാവ് കുഞ്ഞിനെ നിലത്തു നിന്നെടുത്തതും കുഞ്ഞ് കരച്ചിൽ തുടങ്ങി. നിർത്താതെയുള്ള കരച്ചിലിൽ കുഞ്ഞിന് പെട്ടെന്ന് ബോധം നഷ്ടമായി. രംഗം കണ്ട മാതാവ് തളർന്നു. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന പിതാവ് കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. സ്ഥാപനത്തിലെ ജീവനക്കാരും ശ്രമിച്ചുവെങ്കിലും കുഞ്ഞിന് ബോധം തിരിച്ചു കിട്ടിയില്ല. അതിനിടെയെത്തിയ ഷാജഹാൻ കുഞ്ഞിനെ പെട്ടെന്ന് കയ്യിലെടുത്ത് ടേബിളിൽ കിടത്തി കൃത്രിമ ശ്വാസം നൽകി. നെഞ്ചിനകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടതോടെ ഷാജഹാൻ വായയിലൂടെയും മൂക്കിലൂടെയും കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകിക്കൊണ്ടേയിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കുഞ്ഞിന് ബോധം തിരിച്ചു കിട്ടുകയും കുഞ്ഞ് കരയുകയും ചെയ്തു. അതോടെ കൂടി നിന്നവരുടെ മുഖത്ത് സന്തോഷ കണ്ണീർത്തുള്ളികൾ ചാലിട്ടൊഴുകി. ശ്വസനം പൂർവ്വസ്ഥിതിയിലായെങ്കിലും കുഞ്ഞ് നന്നേ ക്ഷീണിതനായിരുന്നുവെന്ന് ഷാജഹാൻ പോപ്പുലർ ന്യൂസിനോട് പറഞ്ഞു. കുഞ്ഞിനെ കണ്ടപ്പോൾ അതേ പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെയാണ് ഓർമ്മ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തിന് ശേഷം ഷാജഹാന് അഭിനന്ദന പ്രവാഹമാണ്. സ്ഥാപന MDയും ഭാര്യ സുബൈദയും പാരിതോഷികങ്ങൾ നൽകി. മുംതാസ് ജ്വല്ലറി സ്വർണ്ണനാണയം സമ്മാനമായി നൽകി. ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തക ഷീബ ഉണ്ണികൃഷ്ണൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചെമ്മാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളും മറ്റും നിരവധി പേരും ഉപഹാരം നൽകി. താനൂർ എടക്കടപ്പുറം GUP സ്കൂളിലെ PTA പ്രസിഡന്റ് കൂടിയാണ് ഷാജുമോൻ എന്ന ഷാജഹാൻ. സൈഫുവാണ് ഭാര്യ.
ഫാത്തിമ റിഷ, ഫിബിൻ റോഷൻ, ഫാദിൽ റോഷൻ എന്നിവർ മക്കളാണ്. അപകട രംഗങ്ങളിൽ CPR നൽകുന്നതിനെക്കുറിച്ച് ചെറിയ അറിവ് മാത്രമാണ് ഷാജഹാന് ഉണ്ടായിരുന്നത്. പലരും എല്ലാ അറിവുകളും നേടിയിട്ടും പല അവസരങ്ങളിലും അത് പ്രയോജനപ്പെടുത്താത്തതിനാൽ ജീവൻ നഷ്ടമാകേണ്ട അവസ്ഥ കാണാറുണ്ട്. ഉള്ള അറിവിനെ സന്ദർഭോചിതമായി പ്രയോജനപ്പെടുത്തി കുഞ്ഞിന് പുനർജന്മം നൽകാൻ തുണയായ ഷാജഹാന് പോപ്പുലർ ന്യൂസും അഭിനന്ദനങ്ങൾ നേരുന്നു. പോപ്പുലർ ന്യൂസ്, തിരൂരങ്ങാടി.